നിലമ്പൂർ നഗരസഭയിലെ പുതിയ ഭരണസമിതി എട്ടുകാലി മമ്മൂഞ്ഞ് ചമ്മഞ്ഞ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണെന്ന് LDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. ഇന്നത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകൾ റീടാർ ചെയ്യുന്നത് പുതിയ ഭരണസമിതി സ്വന്തം പേരിലാക്കുകയാണെന്നും റഹീം ആരോപിച്ചു. നിലമ്പൂരിലെ പുതിയ ഭരണസമിതി എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങളിലൂടെയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് റീടാറിംഗ് പ്രവർത്തനങ്ങൾ ഇവര് നടപ്പാക്കുന്നതാണ് എന്നാണ് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ LDF ഭരണസമിതി റോഡ് റീടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് 4.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനം ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിശക്തമായ കാലവർഷമുണ്ടായതുകൊണ്ടും ആ കാലവർഷം അവസാനിച്ച് പ്രവൃത്തി തുടങ്ങാൻ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഇത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാതെ പോയത്. വീട്ടിക്കുത്ത് താമരക്കുളം റോഡ് വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയാക്കി സിൽക്ക് എന്ന് പറയുന്ന സർക്കാർ ഏജൻസിയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്തത്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താമരക്കുളം അങ്കനവാടി മുതൽ കൊളക്കണ്ടം ഉൾപ്പെടെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് 16 ലക്ഷം രൂപയാണ് മുൻ ഭരണസമിതി നീക്കിവെച്ച് ടെൻഡർ നടപടി പൂർത്തിയായത്. മൂത്തേടത്തുള്ള ഷബീർ എന്ന് പറയുന്ന നിർമ്മാണ കരാറുകാരനാണ് ഈ റോഡിന്റെ റീടാർ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. നഗരസഭയുടെ മുൻവശം മുതൽ ചക്കാലക്കുത്ത് പട്രാക്ക വരെയുള്ള മുതുകാട് വരെയുള്ള റോഡിന്റെ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കുമായി 18 ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായി നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നഗരസഭയിലെ ചന്തക്കുന്ന് ബംഗ്ലാവ് റോഡ് 15 ലക്ഷം രൂപയാണ് LDF ഭരണസമിതി നീക്കിവെച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കിയത്. മുൻ നഗരസഭയുടെ കാലത്ത് ഫോറസ്റ്റിന്റെ NOC കിട്ടാതെ പ്രവൃത്തി തടസ്സപ്പെട്ട ഒരു റോഡായിരുന്നു ഈ റോഡ്. LDF ഭരണസമിതി വന്ന് ഫോറസ്റ്റിന്റെ NOC ലഭ്യമാക്കി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള റോഡ് റീടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ നിലമ്പൂർ നഗരസഭയുടെ ഭരണകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പുതിയ ഭരണസമിതിയുടെ പദ്ധതികൾ പോലും രൂപീകരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഏപ്രിൽ കഴിഞ്ഞ് പദ്ധതി രൂപീകരിച്ച് വാർഡ് സഭ അംഗീകരിച്ച് വികസന സെമിനാർ അംഗീകരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി ടെൻഡർ നടത്തി ഡിസംബർ ജനുവരി മാസത്തിലാണ് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തികൾ ഏതെങ്കിലും വരാനുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.